എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓർക്കിഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മാങ്ങച്ചാർ ഉണ്ടാക്കാട്ടോ. ഞാൻ അച്ചാർ പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ല, സാധാരണ മുളക് പൊടിയും ഉലുവയൊക്കെ ചേർത്തിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് മാങ്ങച്ചാർ ഉണ്ടാക്കിയെടുക്കണേന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കിലോളം ഉണ്ട് മാങ്ങ. ചിലത് പഴുത്തിട്ടും ഉണ്ടായിരുന്നു, പഴുത്തൊക്കെ അല്ല, ചെറുതായിട്ടൊന്ന് ചനച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ഫുള്ള് വെളുത്തുള്ളി അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഉലുവ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി വെക്കണം. വല്ലാണ്ട് ചൂടാക്കിയിട്ടില്ല കേട്ടോ. വല്ലാണ്ട് ചൂടാക്കിയാൽ ഇത് പെട്ടെന്ന് മൂത്തും. അതുകൊണ്ട് ലൈറ്റ് ചൂടിലാണ് ഞാൻ ഉലുവ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണത്. അപ്പൊ ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റണം. അപ്പൊ ദാ മൂത്തപ്പോൾ അത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്. ആ സ്പൂണിലൊരു 4 സ്പൂൺ ഞാനിടുന്നു. 4 സ്പൂൺ എന്ന് പറയുമ്പോൾ സാധാരണ സ്പൂണിലൊരു 2 സ്പൂണോളം വരും. അച്ചാറിനൊക്കെ ഇത്തിരി കടുക് അധികം ഉണ്ടാവണം തന്നെയാണ് നല്ലത്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളി ഉണ്ടല്ലോ, 2 ഫുള്ള് വെളുത്തുള്ളി കേട്ടോ, അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പം ഇത് മൂക്കണ ഗ്യാപ്പിൽ നമുക്ക് അതിൻ്റെ അച്ചാറിന് വേണ്ട പൊടികൾ വേണമല്ലോ, ആ പൊടികൾ റെഡിയാക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് പൊടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം അതിന് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, സാധാരണ മുളക് പൊടി, അതും 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്, അരിഞ്ഞു വെച്ചത്, അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഉലുവ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഇട്ടില്ലേ, അതിൻ്റെ അകത്തേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായത്തിൻ്റെ പൊടിയെന്ന് തന്നെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കണായിരിക്കും ബെറ്റർ. കായത്തിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ അകത്തേക്ക്. അത് പൊട്ടിച്ചിട്ടില്ല, അതാണ് താമസം എടുക്കണ. പൊട്ടിച്ച് അത് ഇട്ട് കൊടുക്കട്ടെ. 1 ടീസ്പൂണോളം വേണം കേട്ടോ. 1 ടീസ്പൂണ് കുറച്ച്, ഒരു 1.5 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കണ്ട, ഞാൻ പൊടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ദേ വഴന്ന് വരണുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഒന്നും കൂടെ ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങ, പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചേക്കണത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഈ പഴുത്ത മാങ്ങ ഉള്ളത് കൊണ്ട് തന്നെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അതങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഒന്നും കൂടെ പഴുത്തതെന്നല്ല, നല്ല ചെനച്ച മാങ്ങ. ഇനി വല്ലാണ്ട് പുളിയില്ല കേട്ടോ മാങ്ങക്ക്. അപ്പം നമുക്ക് അതിനനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇപ്പം ഞാൻ ഉപ്പാട്ടോ ഇട്ട് കൊടുത്തത്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എല്ലായിടത്തേക്കും ഉപ്പാവണം. ഇത് ഒരുപാട് നേരം ഒന്നിട്ട് ഇളക്കണ്ട, ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചു വെച്ചേക്കണ മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, ഉലുവയും കായും എല്ലാം കൂടി ഇട്ട് പൊടിച്ചു വെച്ചേക്കണം, അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം, ഒട്ടും കളയണ്ട. മിക്സിയിലുള്ള മുഴുവൻ തൂത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടെ ഇളക്കാം. ഒരുപാട് പുളിയൊന്നുമില്ല കേട്ടോ ഈ മാങ്ങയ്ക്ക്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് അച്ചാറ്. 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരുന്നോളൂ. ഇത് പുറത്താണെങ്കിൽ, ഫ്രിഡ്ജിലാണെങ്കിൽ കൂടുതൽ സമയം ഇരിക്കും. അതിന് 1 മാസത്തേക്കൊന്നും ഉണ്ടാവൂല, ഇപ്പൊ തന്നെ തീർക്കും. ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചാർ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി മാത്രമാണ്, ഞാൻ വെള്ളം ചേർക്കാറില്ല. നമ്മുടെ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന വെള്ള വിനാഗിരി ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചിട്ട് പാകത്തിന് അത് തന്നെ ഒഴിക്കാട്ടോ. ഒട്ടും വെള്ളം ചേർക്കാറില്ല. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പൂത്തു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വിനാഗിരി തന്നെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി തന്നെ ആട്ടോ ഞാൻ ഈ ഒഴിക്കുന്നത്. കണ്ട, ഈ പരുവായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.
നന്നായിട്ട് തണുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ദേ ഞാൻ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാട്ടാ പാത്രത്തിൽ എടുത്തു വെച്ചത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല തയ്യൽ വീഡിയോ അടുത്ത് ഞാൻ ചുരിദാറാട്ടോ തയ്ക്കാൻ പോണത്. ചുരിദാർ ലൈനിങ് ഇല്ലാത്ത ചുരിദാർ തയ്ക്കാൻ പോകുന്നുണ്ട്. അതും കാണും എല്ലാവരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.